എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ PYQ സീരീസിൽ ഇംഗ്ലീഷിന്റെ 4ാമത്തെ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെ വീഡിയോ ഉൾക്കൊള്ളുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. കാണാത്തവർ അതൊന്ന് കയറി കണ്ടു നോക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും മാത്സിന്റെയും PYQ സീരീസ് റണ്ണിംഗ് ആണ്. എല്ലാത്തിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളെല്ലാം ഒന്ന് കണ്ടു നോക്കുക. നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തിരുവനന്തപുരം LDയിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ക്ലാസ് 3 ഇതിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മളിവിടെ നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 094/24. നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. 82ാമത്തെ ചോദ്യം, ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഡാഷ്. ഇത് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് വന്നേക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ സെന്റൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്റ്സിലാണ് എങ്കിൽ ടാഗ് എപ്പോഴും ഷാൽ ബി ആയിരിക്കും. ഈ ചോദ്യം തന്നെ ഇതേ സെന്റൻസ് തന്നെ പലതവണ PSC റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഇങ്ങനെ തന്നെ പല ചോദ്യങ്ങളിലും പല ക്വസ്റ്റ്യൻ പേപ്പറിലും PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷാൽ ബി ആയിരിക്കും. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാല് അതിന്റെ ടാഗ് എപ്പോഴും ഷാൽ ബി ആയിരിക്കും. അപ്പോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഷാൽ ബി. അപ്പൊ എന്താണ്? ക്വസ്റ്റ്യൻ ടാഗില് ലെറ്റ്സിൽ വെച്ചാണ് നമ്മുടെ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് എങ്കിൽ നമ്മൾ വേറെ ഇതിന്റെ ടാഗിന്റെ ഒരു റൂളും ഇവിടെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇതിന്റെ ടാഗ് എന്ന് പറയുന്നത് എപ്പോഴും ഷാൽ ബി ആയിരിക്കും. ഇതായിരുന്നു LDക്ക് ചോദിച്ച ചോദ്യം. ഇനി നമുക്ക് ബാക്കി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് നോക്കി വരാം. യു ഹാവ് ഗോട്ട് ടു അറൈവ് ബിഫോർ 10 ഡാഷ്. നമുക്ക് അവിടെ ഫില്ല് ചെയ്യണം. അപ്പൊ ഇനി ഇവിടെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ടാഗിന്റെ റൂള് ഒക്കെ ഒന്ന് അറിയാം. ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. എന്താ, ഒരു സെന്റൻസിനെ നമ്മൾ ഒന്നുകൂടി ഊന്നി പറയാനായിട്ട് ആ സെന്റൻസിന്റെ അവസാനം ചേർക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണല്ലോ ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇനി ഒരു സെന്റൻസ് തന്നിട്ട് അതിലെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ പറഞ്ഞാല് നമുക്കതൊരു 3 സ്റ്റെപ്പിലൂടെ ആൻസർ എഴുതാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് 3 സ്റ്റെപ്പ് ഞാൻ ഇവിടെ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തന്നിരിക്കുന്ന സെന്റൻസിൽ നിന്നും ആ സെന്റൻസിലെ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന സെന്റൻസിൽ നിന്നും അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഓക്സിലറി വെർബ് കണ്ടുപിടിക്കണം. എന്നാൽ ചില സെന്റൻസിൽ ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഇല്ലാത്ത സെന്റൻസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മെയിൻ വെർബ് കണ്ടുപിടിച്ചിട്ട് ആ മെയിൻ വെർബിൽ നിന്നും നമ്മൾ ഓക്സിലറി വെർബ് എടുക്കും. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് തന്നിരിക്കുന്ന സെന്റൻസിൽ നിന്നും നമ്മൾ കണ്ടെത്തും. ഇനി എന്താണ് ഈ ഓക്സിലറി വെർബ് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. 24 ഓക്സിലറി വെർബ് ഉണ്ട്. ഏതൊക്കെയാണ് ഓക്സിലറി വെർബുകൾ? ഈസ്, ആം, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്. ഇതെന്ന് പറയുന്നത് പ്രൈമറി ഓക്സിലറി വെർബാണ്. ഇത് കൂടാണ്ട് മോഡൽ ഓക്സിലറി വെർബ് ഉണ്ട്. വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ് ടു, ought to, need, dare. ഇത്രയുമാണ് 24 ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കും. ഇല്ല എങ്കിൽ നമ്മൾ മെയിൻ വെർബിലേക്ക് നോക്കിയിട്ട് അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഓക്സിലറി വെർബ് എടുക്കും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ സെന്റൻസ് പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യും. എന്താണ് പോസിറ്റീവ് സെന്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെന്റൻസിന്റെ മീനിങ് ഉണ്ട്, അതുണ്ട് അങ്ങനെയുള്ള അർത്ഥത്തിലാണ് വരുന്നതെങ്കിൽ അത് പോസിറ്റീവ് സെന്റൻസും, ഇല്ല എന്നാണ് ആ സെന്റൻസ് നമുക്ക് മീനിങ് തരുന്നത് എങ്കിൽ അത് നെഗറ്റീവ് സെന്റൻസും ആയിരിക്കും. അപ്പൊ 2 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ആദ്യം നമ്മൾ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് കണ്ടുപിടിക്കും. എന്നിട്ട് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കും.
അടുത്ത സെക്ഷനിൽ മൂന്നാമത്തെ സ്റ്റെപ്പില് സെന്റൻസ് പോസിറ്റീവ് ആണ് എങ്കിൽ നമ്മൾ നെഗറ്റീവ് ടാഗ് കൊടുക്കും. ഇനി നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ടാഗ് കൊടുക്കും. അത് കൂടാണ്ട് ടാഗ് എഴുതുമ്പോൾ ആ സെന്റൻസിലെ സബ്ജക്റ്റ് അനുസരിച്ചിട്ട് ഹി, ഷീ, ഇറ്റ്, ദേ എന്നിവ പ്രൊവൈഡ് ചെയ്യും. അത് നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മുടെ സെന്റൻസിൽ നിന്നും ഓക്സിലറി വെർബ് കണ്ടുപിടിക്കും. ഓക്സിലറി വെർബ് ഇല്ലാത്ത കേസിൽ മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിൽ നിന്നും ഓക്സിലറി വെർബ് എടുക്കും. സെക്കൻഡ് സ്റ്റെപ്പില് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കും. തേർഡ് സ്റ്റെപ്പില് പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിന് നെഗറ്റീവ് ടാഗും, നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിൽ പോസിറ്റീവ് ടാഗും കൊടുക്കും. സബ്ജക്റ്റിനനുസരിച്ച് ടാഗിൽ നമ്മൾ ഹി, ഷീ, ഇറ്റ്, ദേ, യു അതൊക്കെ നമ്മൾ ആഡ് ചെയ്യും. ഇനി നമുക്ക് ഈ ചോദ്യം നോക്കാം. അത് ഞാൻ അടുത്ത പേജിൽ ഒന്നുകൂടെ ഒന്ന് എടുത്തെഴുതാം. അപ്പൊ നമുക്ക് ചോദ്യം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ ചോദ്യം വായിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ഓക്സിലറി വെർബ് സെലക്ട് ചെയ്യാൻ പോവാണ്. ചോദ്യം വായിച്ചേ. യു ഹാവ് ഗോട്ട് ടു അറൈവ് ബിഫോർ 10. അപ്പൊ ഇതിൽ ഓക്സിലറി വെർബ് ഏതാണ്? ഹാവ്. നമ്മൾ പറഞ്ഞ 24 ഓക്സിലറി വെർബില് ഹാസ് ഓർ ഹാവ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഹാവ് ആണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതിൽ നമുക്ക് ഓക്സിലറി വെർബ് കിട്ടി, ഹാവ് എന്നുള്ള ഓക്സിലറി വെർബ് കിട്ടി. സെക്കൻഡ് സ്റ്റെപ്പില് നമ്മൾ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യും. യു ഹാവ് ഗോട്ട് ടു അറൈവ് ബിഫോർ 10. അപ്പൊ ഇതെന്താ? നീ 10 മണിക്ക് മുൻപേ എത്തണം. അപ്പൊ ഇതൊരു പോസിറ്റീവ് മീനിങ് തരുന്ന സെന്റൻസ് ആണ്. അപ്പൊ സെന്റൻസ് എന്താണ്? പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മുടെ ടാഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആവുന്നത് എങ്ങനെയാ? നമ്മുടെ ഓക്സിലറി വെർബിനോട് കൂടി നോട്ട് ചേർത്താൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അതെങ്ങനെ വരും? ഹാവ് പ്ലസ് നോട്ട് എന്ന് നമ്മൾ ചേർക്കും. അപ്പൊ അങ്ങനെയാണ് ഇത് എന്താ? ഹാവ് പ്ലസ് നോട്ട് എന്ന് പറയുന്നതാണ് ഇത് ഹാവ് നോട്ട്, ഹാവിങ് എന്ന് പറയും. അപ്പൊ നമുക്ക് ടാഗ് ഇവിടെ കിട്ടി, ഹാവിങ്. ഇനി ഇതിനോട് കൂടി സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ഹി, ഷീ, ഇറ്റ്, ദേ, യു ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു പറയും. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് യു ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ യു എന്നുള്ളത് തന്നെ കൊടുക്കും. അപ്പൊ ടാഗ് എന്തായി? ഹാവിങ് യു എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ടാഗ് വരുന്നത്. നമുക്ക് ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കാം. യു ഹാവ് ഗോട്ട് ടു അറൈവ് ബിഫോർ 10. ഓപ്ഷൻ സി, ഹാവിങ് യു. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പില് സെന്റൻസ് നോക്കി, അതിൽ നമ്മൾ ഓക്സിലറി വെർബ് എടുത്തു, ഹാവ് എന്നുള്ള ഓക്സിലറി വെർബ് എടുത്തു. എന്നിട്ട് നമ്മൾ നോക്കും സെന്റൻസ് എന്താണ്? പോസിറ്റീവ് സെന്റൻസ് ആണ്. പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ചേർത്തു. അപ്പൊ ഹാവ് പ്ലസ് നോട്ട് ഹാവിന്റെ ആയി. ദെൻ അതിനോട് കൂടി സബ്ജക്റ്റിനനുസരിച്ചിട്ട് നമ്മൾ യുവും ചേർത്തു. അപ്പൊ ഹാവ് നോട്ട് യു എന്ന ഓപ്ഷൻ സി, ഹാവിങ് യു എന്ന ഉത്തരം നമുക്ക് കിട്ടും. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും നമുക്ക് നോക്കണ്ടായിരുന്നു, ലെറ്റ്സ് എന്നുണ്ടായിരുന്നു. അപ്പൊ ഡയറക്റ്റ് നമുക്ക് ഷാൽ ബി എഴുതാമായിരുന്നു. ഇതാണ് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗിന്റെ റൂള്. അപ്പൊ ഈ ഒരു റൂള് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഷീ ഡാൻസസ് ഗ്രേസ്ഫുള്ളി ഡാഷ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ നമുക്ക് എന്താ? നമ്മൾ പറഞ്ഞ 3 സ്റ്റെപ്പുകൾ ഇതിലൂടെ ഒന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? നമുക്ക് ഇതിലെ ഓക്സിലറി വെർബ് കണ്ടുപിടിക്കണം. നോക്കിക്കേ, ഷീ ഡാൻസസ് ഗ്രേസ്ഫുള്ളി. ഡയറക്റ്റ് ആയിട്ട് ഒരു ഓക്സിലറി വെർബും ഇതിലില്ല. 24 എണ്ണം പറഞ്ഞിട്ട് ഒന്നു പോലും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മെയിൻ വെർബിലേക്ക് പോകും. മെയിൻ വെർബാണ് ഏത്? ഡാൻസസ്. അപ്പൊ എന്താ? മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. എങ്ങനെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഈ ഡാൻസസ് എന്നതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഡസ് പ്ലസ് ഡാൻസ് എന്നാണ്. എന്തുകൊണ്ട് ഇവിടെ ഡസ് വന്നേ? സബ്ജക്റ്റ് ഇവിടെ സിംഗുലർ ആണ്. ഷീ എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അത് സിംഗുലർ ആണ്. സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് വരും. അങ്ങനെ വരുന്ന കേസിൽ ഇതിനെ നമ്മൾ പിരിക്കുന്നത് എങ്ങനെയാണ്? ഡസ് പ്ലസ് ഡാൻസ് എന്നാണ്. ഇനി ഇതിനോട് ചേർന്ന് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഇവിടെ ഡാൻസ് എന്നായിരുന്നു വന്നത് എങ്കിൽ ഇതിനെ പിരിക്കുന്നത് ഡു പ്ലസ് ഡാൻസ് എന്നായിരുന്നു. ഇനി ഡാൻസ്ഡ് എന്നാണ് എങ്കിൽ ടെൻസ് എങ്ങോട്ട് പോയി? പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ ഇതിനെ പിരിക്കുന്നത് ഡിഡ് പ്ലസ് ഡാൻസ് എന്നായിരിക്കും. അപ്പൊ അങ്ങനെ 3 വെർബിനും അനുസരിച്ചും ഡൂവും ഡസും ഡിഡും നമ്മൾ മാറി മാറി കൊടുക്കും. ഈ ചോദ്യത്തില് ഡാൻസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഡസ് പ്ലസ് ഡാൻസ് എന്ന് എടുത്തു. അതിൽ നിന്നും നമുക്ക് ഓക്സിലറി വെർബ് കിട്ടി. ഡസ് എന്നുള്ള ഓക്സിലറി വെർബാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു?
സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കും. അപ്പൊ ഇവിടെ എന്താ, ഷീ ഡാൻസസ് ഗ്രേസ്ഫുള്ളി, അവള് നല്ല രീതിയിൽ ഗ്രേസ്ഫുൾ ആയിട്ടാണ് അവൾ ഡാൻസ് ചെയ്തത്. അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണല്ലേ. അപ്പൊ അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് കിട്ടി, സെന്റൻസ് പോസിറ്റീവ് ആണ്. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവ് ആകുന്നത്, ഓക്സിലറി വെർബിനോട് കൂടി നോട്ട് ചേർക്കണം. നമുക്കിവിടെ ഓക്സിലറി വെർബ് കിട്ടിയിട്ടുണ്ട്, ഡസ് എന്നുള്ളതാണ് നമ്മുടെ ഓക്സിലറി വെർബ്. സോ ഡസ് പ്ലസ് നോട്ട് നമ്മൾ ചേർത്തിട്ട് എന്താവും, ഡസൻറ്റ് എന്നാവും, ഡസൻറ്റ്. എന്നിട്ട് ഇതിന്റെ കൂടെ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യും, ഹി ഷീ ഇറ്റ് ദേ ഒക്കെ ആഡ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഷീ എന്ന് ചേർത്ത് കൊടുക്കും. നമ്മുടെ ടാഗ് എന്താ, ഡസിൻ ഷീ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള അടുത്ത ടൈപ്പ് ചോദ്യമാണ്. അപ്പൊ 3 ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് ലെറ്റ്സ് വെച്ചിട്ടുള്ള ഒരെണ്ണം പറഞ്ഞു, സെക്കൻഡ് ഓക്സിലറി വെർബ് ഉള്ള ഒരു സെന്റൻസ് പറഞ്ഞു, മൂന്നാമത് പറഞ്ഞിരിക്കുന്നതില് ഓക്സിലറി വെർബ് ഇല്ല, മെയിൻ വെർബിൽ നിന്നും ഓക്സിലറി വെർബ് എടുക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനും കൂടെ ഈ ക്വസ്റ്റ്യൻ ടാഗിലെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. ദ ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ഹി സെഡ് നത്തിങ് ഡാഷ് ഈസ്, അതായത് ഹി സെഡ് നത്തിങ് എന്നുള്ളതിന്റെ ക്വസ്റ്റ്യൻ ടാഗ്. ഇനിയിപ്പോ ഇത്രയും വിശദീകരിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങളും ഒന്ന് കൂടെ ചെയ്ത് നോക്കിക്കേ. ഹി സെഡ് നത്തിങ്, ഫസ്റ്റ് നമ്മൾ എന്ത് നോക്കും, ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടോ, ഹി സെഡ് നത്തിങ്, ഇതില് ഓക്സിലറി വെർബ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ മെയിൻ വെർബിലേക്ക് നോക്കും. എന്താണ് നമ്മുടെ മെയിൻ വെർബ്, സെഡ്. സെഡ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിവിടെ ഞാൻ നിങ്ങളുടെ എടുത്തെഴുതാണ്, സെഡ്. സെഡ് എന്നുള്ളത് എന്താ, പാസ്റ്റ് ഫോം ആണ്. എങ്ങനെയാണ് ഈ സെഡ് എന്നുള്ളത്, ഏതിന്റെ പാസ്റ്റ് ഫോമാ, സേ സെഡ് അല്ലെ, ഇങ്ങനെയല്ലേ പോകുന്നത്, സേ സെഡ് സെഡ്, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സെഡ് എന്ന് പറയുന്നത് എന്താ, ഡിഡ് പ്ലസ് സേ ആയിരിക്കും. ഡിഡ് പ്ലസ് V1 ഫോം ആണ് പാസ്റ്റിലേക്കുള്ളതിന്റെ, അതായത് V2 ഫോമിലേക്ക് എഴുതണമെങ്കിൽ ഡിഡിനോട് കൂടി V1 ചേർത്താൽ മതി. അപ്പൊ ഇവിടത്തെ സെഡ് എന്നുള്ള V2 ഫോം ആണ്, അതിന്റെ V1 ഫോം ആണ് സേ. അപ്പൊ ഡിഡിനോട് കൂടി സേ ചേർത്താൽ അത് എന്തായി, സെഡ് ആയി. അപ്പൊ നമ്മൾ സെഡിനെ അത് സ്പ്ലിറ്റ് ചെയ്തു, ഡിഡ് പ്ലസ് സേ എന്ന് എഴുതി. അപ്പൊ ഇവിടുത്തെ ഓക്സിലറി വെർബ് നമുക്ക് കിട്ടി, ഡിഡ് ആണെന്നുള്ള കാര്യം കിട്ടി. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ നോക്കും, സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന്. ഹി സെഡ് നത്തിങ്. നത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ, അവനൊന്നും പറഞ്ഞില്ല, പറഞ്ഞില്ല, ഇല്ല. നത്തിങ് എന്നത് നെഗറ്റീവ് മീനിങ് തരുന്ന ഒരു വാക്കാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് പറയുമ്പോൾ തന്നെ ഇല്ല എന്നൊരു മീനിങ് അവിടെ വന്നു. അപ്പൊ സെന്റൻസ് എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ടാഗ് പോസിറ്റീവ് ആവുമ്പോ എന്ത് ചെയ്യണം, നമ്മൾ ഡിഡിന്റെ കൂടെ വേറെ ഒന്നും ചേർക്കണ്ട, നോട്ടൊന്നും ചേർക്കണ്ട. നോട്ട് ചേർക്കുമ്പോൾ അത് നെഗറ്റീവിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓക്സിലറി വെർബ് അങ്ങനെ തന്നെ ഇങ്ങനെ എടുത്ത് എഴുതിക്കൊള്ളുക. അപ്പൊ ഡിഡ് വന്നു. ഇനി എന്ത് ചെയ്യണം, നമ്മൾ സബ്ജക്റ്റിനനുസരിച്ച് ഹി ഷീ ഇറ്റ് ദേ യു ഒക്കെ കൊടുക്കും. ഇവിടുത്തെ സബ്ജക്ട് എന്താ, ഹീ ആണ്. അപ്പൊ നമ്മുടെ ഇവിടെ എന്ത് വരും, ഡിഡ് ഹീ, നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കും കൊടുക്കും. അപ്പോ ഉത്തരം നമുക്ക് കിട്ടി, ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ജോൺ ഹാസ് നെവർ ഹാഡ് എ ക്വാറൽ വിത്ത് ഹിസ് വൈഫ് ഡാഷ്. അപ്പോ ഇതിലും നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുകയാണ്, ഇതില് ഏതാണ് ഓക്സിലറി വെർബ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ജോൺ ഹാസ്, ഹാസ് എന്ന ഒരു ഓക്സിലറി വെർബ് നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ ഇനി മെയിൻ വെർബ് ഒന്നും തപ്പി പോകേണ്ട, കാരണം ഇതിൽ ഓക്സിലറി വെർബ് കിട്ടി, അത് ഏതാണ്, ഹാസ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പില് നമ്മൾ എന്ത് നോക്കും, സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. സെന്റൻസ് വായിക്കാം. ജോൺ ഹാസ് നെവർ ഹാഡ് എ ക്വാറൽ വിത്ത് ഹിസ് വൈഫ്. അവന് ഒരിക്കലും ഭാര്യയുമായിട്ടൊരു വഴക്കും അവൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ലേ അത് ഉദ്ദേശിക്കുന്നേ, ഇല്ല, അല്ലെങ്കിൽ നെവർ എന്നുള്ള ഒരു വാക്ക് അവിടെ വന്നിട്ടുണ്ട്. അതും ഒരു നെഗറ്റീവ് മീനിങ് വരുന്ന വാക്കാണ്. ജോൺ ഹാസ് നെവർ ഹാഡ് എ ക്വാറൽ വിത്ത് ഹിസ് വൈഫ് എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ ഭാര്യയുമായിട്ട് ഒരിക്കലും ഒരു വഴക്കുണ്ടായിരുന്നില്ല, ഇല്ല എന്ന മീനിങ് വന്നു. സെന്റൻസ് നെഗറ്റീവ് ആണ്. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എഴുതി, നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, അപ്പൊ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് കൊടുക്കണം. പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് കൊടുക്കാൻ എന്ത് ചെയ്യണം, ഓക്സിലറി വെർബ് അങ്ങനെ തന്നെ ഇങ്ങ് എടുത്തെഴുതിയാൽ മതി. ഇവിടെ നോട്ടൊന്നും കൊടുക്കണ്ട. ഓക്സിലറി വെർബ് ഹാസ് ആണ്. ഇനി നമ്മൾ സബ്ജക്റ്റിനനുസരിച്ച് ഹി ഷീ ഇറ്റ് ദേ യു കൊടുക്കും. അപ്പൊ ഇവിടുത്തെ സബ്ജക്ട് ജോൺ ആണ്. ജോണിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്
ഹീ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുത്തെ ടാഗ് കിട്ടി. ഹാസ് ഹീ എന്നുള്ളതാണ് നമ്മുടെ ടാഗ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ ഓക്സിലറി വെർബ് കണ്ടുപിടിച്ചു. ഹാസ് എന്നുള്ള ഓക്സിലറി വെർബ്. സെന്റൻസിൽ നെവർ എന്നുള്ള പദമുണ്ട്. അത് മാത്രമല്ല സെന്റൻസിന്റെ അർത്ഥം നോക്കുമ്പോൾ ഇല്ല എന്നൊരു മീനിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആവും. പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ആ ഓക്സിലറി വെർബ് അങ്ങനെ തന്നെ എഴുതിയിട്ട് സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ഹി, ഷീ, ഇറ്റ്, ദേ എന്നുള്ളതിൽ കൊടുക്കും. അപ്പൊ ഇവിടെ ഹാസ് ഹി എന്ന് വരും. അങ്ങനെ നമ്മൾ ഓപ്ഷൻ എയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്ന ചോദ്യങ്ങൾ. PSC Voyager എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് പോളിലൂടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഈ ക്ലാസ്സിന്റെ PDF നോട്ടും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതിനുള്ള മറുപടി ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ PYQ സീരീസിന്റെ ബാക്കി ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്